സ്വഹീഹുൽ ബുഖാരി ദർസ് 33 കിതാബുൽ ഈമാൻ. ഇന്ന് കിതാബുൽ ഈമാനിലെ അവസാനത്തെ ദർസ് ആണ്. ഇതോടുകൂടി കിതാബുൽ ഈമാൻ അവസാനിക്കും ഇൻഷാ അല്ലാഹ്. അടുത്തത് കിതാബുൽ ഇൽമ് ആയിരിക്കും അടുത്ത ദർസിൽ. ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു അന്നസീഹത്തു ലില്ലാഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം വഖൗലിഹി തആല ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി. ബാബു അധ്യായം ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം സംബന്ധിച്ച അധ്യായം. അദ്ദീനു അന്നസീഹത്തു, എന്താണ് നബി വചനം? ദീൻ എന്നത്, അതായത് ദീനുൽ ഇസ്ലാം എന്നത് നസ്വിഹത്ത് ആണ്. ലില്ലാഹി, ആരോട്? ലില്ലാഹി അള്ളാഹുവിനോട്, വലി റസൂലിഹി അവന്റെ റസൂലിനോടും, വലി അഇമ്മത്തിൽ മുസ്ലിമീന മുസ്ലിങ്ങളുടെ ഇമാമുമാർ അല്ലെങ്കിൽ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ അവരോടൊക്കെയുള്ള നസീഹത്ത് ആണ്. വആമ്മത്തിഹിം അവരുടെ പൊതുജനങ്ങളോടും, അതായത് മുസ്ലിം പൊതു സമൂഹത്തോടും ഉള്ള നസീഹത്ത് ആണ് എന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം, എന്ന നബി വചനം സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന്. വഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം സംബന്ധിച്ചും, ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി വറസൂലിഹി, ഇദാ നസഹു ലില്ലാഹി അവർ ഗുണകാംക്ഷ കാണിച്ചാൽ, അല്ലെങ്കിൽ അവർ ഗുണം കാക്ഷിച്ചാൽ, അതായത് അവിടെ നിഷ്കളങ്കരായിരുന്നാൽ, ഇഖ്ലാസ് ഉള്ളവരായിരുന്നാൽ, ലില്ലാഹി വറസൂലിഹി അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും, അല്ലെങ്കിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും. ഇതാണ് അധ്യായത്തിന്റെ പേര്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നസീഹത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം ഗുണകാംക്ഷ എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ട്. കുറെ കൂടി വിശാലമായിട്ടുള്ള അർത്ഥമാണ് അതിനുള്ളത്. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടിയുള്ള സമർപ്പണമാണ്. അങ്ങനെയുള്ള ഒരു ഗുണകാംക്ഷ ആണ് മറ്റുള്ളവരെ സംബന്ധിച്ചാണെങ്കിലും. അത് അള്ളാഹുവിനുള്ള നസീഹത്ത് എന്ന് പറയുന്നതും റസൂലിനുള്ള നസീഹത്ത് എന്ന് പറയുന്നതും മുസ്ലിങ്ങളുടെ അഇമ്മത്തിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നതും മുസ്ലിം പൊതുസമൂഹത്തോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് ഒക്കെ വ്യത്യസ്ത തലങ്ങളിലാണ്. അത് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഇവിടെ അദ്ദീനു അൻ നസീഹത്തു എന്ന നബി വചനം മുസനദായിട്ട് പൂർണ്ണ സനദോടുകൂടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അവിടെ കൊടുത്തതല്ല, ടൈറ്റിലിൽ കൊടുത്തിരിക്കുകയാണ്. മുസനദായ ഹദീസ് അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ അദ്ദീനു അൻ നസീഹത്തു എന്ന ഹദീസ് മുസനദായിട്ട് തന്നെ പൂർണ്ണ പരമ്പരയോടുകൂടി തന്നെ സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊക്കെ വന്നിട്ടുണ്ട്. ഹദീസ് നമ്പർ 57. حدثنا مسدد قال حدثنا يحيى عن إسماعيل قال حدثني قيس بن أبي حازم عن جرير بن عبد الله قال جرير بن عبد الله رضي الله عنه എന്ന സ്വഹാബിയിൽ നിന്നുള്ള നിവേദനം. അദ്ദേഹം പറഞ്ഞു, ബായഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമി സ്വലാത്തി വഈതാഇ സകാത്തി വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ. ബായഅതു, ഞാൻ ബൈഅത്ത് ചെയ്തു, പ്രതിജ്ഞ ചെയ്തു, ബൈഅത്ത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ ബൈഅത്ത് ചെയ്തു. അലാ ഇഖാമി സ്വലാത്തി, നിസ്കാരം നിലനിർത്തും എന്ന വിഷയത്തിൽ, വഈതാഇ സകാത്തി, സകാത്ത് കൊടുത്തു വീട്ടലിന്റെ മേലും, സകാത്ത് കൊടുത്തു വീട്ടും ഞാൻ, നിസ്കാരം നിലനിർത്തും ഞാൻ എന്ന വിഷയങ്ങളിൽ, വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ നസീഹത്ത് ഗുണകാംക്ഷ ഉള്ള ആളാകും എന്ന വിഷയത്തിലും ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തു. ഇതാണ് ഒരു ഹദീസ്, ഈ അധ്യായത്തിലെ ഒരു ഹദീസ്. അടുത്ത ഹദീസ്, ഹദീസ് 58. حدثنا أبو النعمان قال حدثنا أبو عوانة عن زياد بن علاقة قال سمعت جرير بن عبد الله يقول يوم مات المغيرة بن شعبة. ഇവിടെ സിയാദ് ബിൻ അലാഖ എന്നിവരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കേട്ടു എന്ന്. യൗമ മാത അൽ മുഗീറത്തു ബിൻ ശുഅബ, മുഗീറത്തു ബിൻ ശുഅബ വഫാത്തായ, മരിച്ച ദിവസം. ആരായിരുന്നു മുഗീറത്തു ബിൻ ശുഅബ? അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണർ ആയിരുന്നു, കൂഫയിലെ ഭരണാധികാരി ആയിരുന്നു. മൊത്തത്തിലുള്ള ചക്രവർത്തി, മൊത്തത്തിലുള്ള ഭരണാധികാരി ഖലീഫ ആരായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹു. കൂഫയിൽ ഉള്ള ഗവർണർ ആയിരുന്നു മുഗീറത്തു ബിൻ ശുഅബ എന്ന് പറയാം. ഖാമ, ആ മുഗീറത്തു ബിൻ ശുഅബ മരിച്ച ദിവസം ഖാമ
എണീറ്റു. ആരെണീറ്റു? ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എണീറ്റു. ഫഹമിദല്ലാഹ, എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു. വഅസ്നാ അലൈഹി, അള്ളാഹുവിനെ സനാ ചെയ്തു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രസംഗിച്ചു. ജനങ്ങൾക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന സഹാബി പ്രസംഗിക്കുകയാണ്. അലൈക്കും ബിഇത്തിഖാഇല്ലാഹി വഹ്ദഹ ലാ ശരീക ലഹ് വൽ വഖാരി വസ്സകീനഹ ഹത്താ യഅതിയകും അമീർ. എന്തൊക്കെയാണ് പറഞ്ഞത്? അലൈക്കും, നിങ്ങൾക്ക് മേൽ നിർബന്ധമാണ്, നിങ്ങൾ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ. ബിത്തിഖാഇല്ലാഹി വഹ്ദഹ, അല്ലാഹുവിന് മാത്രം തഖ്വയുള്ളവരാവുക എന്നത്. ലാ ശരീക ലഹ്, അവൻ ഒരു പങ്കുകാരനുമില്ല എന്നത്, അത് നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവർ ആകണം. വൽ വഖാരി വസ്സകീനത്തി, ശാന്തിയും സമാധാനവും വേണം. അതൊക്കെ നിങ്ങൾക്ക് വേണം, അത് നിർബന്ധം. ഹത്താ യഅതിയകും അമീറുൻ, നിങ്ങൾക്ക് ഒരു അമീർ വരുന്നത് വരെ. അതായത് മുഗീറത്ത് ബിൻ ശുഅബ മരിച്ചിരിക്കുകയാണ്. അദ്ദേഹമായിരുന്നല്ലോ കൂഫയിലെ ഗവർണർ, ഭരണാധികാരി. അപ്പോൾ പകരം ഒരാൾ എത്തിയിട്ടില്ല, ആയിട്ടില്ല. അപ്പൊ അതുവരെ നിങ്ങൾ ശാന്തമായിട്ടിരിക്കണം. ഒരു ഭരണാധികാരി ഇല്ലാതാകുമ്പോൾ അരാജകത്വം ഉണ്ടാവരുന്ന അർത്ഥം. അത് കഴിഞ്ഞാൽ പിന്നെ അരാജകത്വം, അസമാധാനം വേണം എന്നുള്ള അർത്ഥത്തിലല്ല. അത് കഴിഞ്ഞാൽ പിന്നെയും സമാധാനം വേണം, പക്ഷെ ഭരണാധികാരി ഉണ്ടാകുമ്പോൾ നിയന്ത്രണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭരണാധികാരി ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ അനിശ്ചിതത്വം ഉണ്ടാവരുത്, അരാജകത്വം ഉണ്ടാവരുത്. ശാന്തമായിട്ട് സമാധാനമായിട്ട് അള്ളാഹുവിന് മാത്രം തഖ്വയോടുകൂടി നിങ്ങൾ ജീവിക്കണം. അത് നിർബന്ധമാണെന്ന് പറയുന്നത്. ഫഇന്നമായതീകും അൽ ആൻ, അദ്ദേഹം ഇപ്പൊ നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞാൽ അമീർ ഉടനെ വരും, പുതിയ അമീർ. സുമ്മഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തുടർന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറു, അല്ലെങ്കിൽ ഇസ്തഗ്ഫു എന്നും റിപ്പോർട്ട് ഉണ്ട്. ഈ അമീരിക്കും, നിങ്ങളുടെ അമീറിന് വേണ്ടി നിങ്ങൾ മാപ്പ് അപേക്ഷിക്കൂ. അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇസ്തഗ്ഫിറൂ ലി അമീരിക്കും, നിങ്ങൾ നിങ്ങളുടെ അമീറിന് വേണ്ടി പൊറുക്കലിനെ തേടൂ. ഫഇന്നഹു കാന യുഹിബ്ബുൽ അഫ്വ, കാരണം അദ്ദേഹം മാപ്പ് ഇഷ്ടപ്പെട്ടിരുന്നു. ജനങ്ങൾക്ക് മാപ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു നിങ്ങളുടെ അമീർ, മരിച്ചുപോയ മുഗീറത്ത് ബിൻ ശുഅബ. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് മാപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കൂ അള്ളാഹുവിനോട്. സുമ്മഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മാ ബഅദ്, ശേഷം ഞാൻ പറയുന്നു, ഫഇന്നി അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ചെന്നു. അതായത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഞാൻ ചെന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഉബായിഉക അലൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിന്റെ പേരിൽ താങ്കളോട് ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഫശറത അലയ്യ, അപ്പോൾ നബി അവർകൾ എനിക്ക് നിബന്ധന വെച്ചു, വെറും ബൈഅത്ത് ചെയ്താൽ പോരാ, വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങളോടും നസീഹത്തുള്ളവനാകണം എന്ന്. ഫബായഅതുഹു അലാ ഹാദാ, അപ്പോൾ ഞാൻ അതിന്റെ മേൽ നബിയോട് ബൈഅത്ത് ചെയ്തു. വറബ്ബി ഹാദൽ മസ്ജിദി, ഈ മസ്ജിദിന്റെ റബ്ബാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഇന്നി ലനാസിഹുൽ ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ, ആത്മാർത്ഥമായിട്ട് ഗുണകാംക്ഷയോട് കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ, നസീഹത്തുള്ളവനാണ്. സുമ്മസ്തഗ്ഫറ, എന്നിട്ട് അദ്ദേഹം പാപമോചനം തേടി അള്ളാഹുവിനോട്. വനസല, എന്നിട്ട് അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്ന്. ഇവിടെ നസീഹത്ത് എന്ന് പറയുമ്പോൾ നസഹൂലില്ല, അള്ളാഹുവിനോട് നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ജനങ്ങളോടുള്ള ബാധ്യതയേക്കാൾ അള്ളാഹുവിനോടുള്ള ബാധ്യതക്ക് മുൻഗണന നൽകലാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത്. അതേപോലെ ഖുർആന്റെ പഠന പാരായണവും അതനുസരിച്ചുള്ള കർമ്മങ്ങളും അതിന്റെ നഷ്ർ, പ്രചരണവും ദഅവത്തും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ്, നബിയോടുള്ള സ്നേഹമാണ്. ഹുബ്ബുൻ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത്തിബാഉൻ നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന അവിടുത്തെ ചര്യ. അപ്പൊ അവിടുത്തെ ചര്യയെ പിൻപറ്റലും ആ നബി ചര്യയെ ജീവിപ്പിക്കുക, ഇഹ്യാഉസ് സുന്ന. അതേപോലെ അവിടുത്തെ അനുയായികളെ സ്നേഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ബാഇനെ, അസ്ഹാബിനെയൊക്കെ സ്നേഹിക്കുക, അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. അതേപോലെ ദീനിൽ നിന്ന് മുസ്ലിം നേതാക്കൾ, അയിമ്മത്ത്, ഇമാമുകൾ, നേതാക്കൾ അശ്രദ്ധരാകുമ്പോൾ, അഫലത്തിലാകുമ്പോൾ അവരെ അതിലേക്ക് തംബീഹ് ചെയ്യുക, ഉണർത്തുക എന്നതും അവർക്കെതിരെ വന്നേക്കാവുന്ന അക്രമങ്ങളെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക, ഏറ്റവും നല്ല രീതിയിൽ പ്രതിരോധിക്കുക, അതൊക്കെ മുസ്ലിം അയിമ്മത്തിനോടുള്ള നസീഹത്തിൽപ്പെടുന്ന കാര്യമാണ്.
അതേപോലെ ജനങ്ങൾ മുസ്ലിം പൊതുസമൂഹത്തോടുള്ള നസീഹത്ത് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നത് അവരെ പഠിപ്പിക്കുക, തനിക്ക് താൻ ഇഷ്ടപ്പെടുന്ന നന്മ മറ്റുള്ള മുസ്ലിങ്ങൾക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക, അവർക്കെതിരെ വരുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കുക. ഇതൊക്കെ മുസ്ലിം പൊതുസമൂഹത്തോടുള്ള നസീഹത്താണ്. ഇനി മുസ്ലിം പൊതുസമൂഹത്തോട് മാത്രമല്ല, അമുസ്ലിങ്ങളോടും നസീഹത്ത് വേണം. അതെങ്ങനെ? അത് കാരണം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് എന്നാണല്ലോ, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമുദായത്തിൽ ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന്. അപ്പോൾ അമുസ്ലിങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു അമുസ്ലിം സഹോദരനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്, നമ്മുടെ സഹപ്രവർത്തകനാണ് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരനാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അയാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാളുടെ ആഖിറത്തിൽ അയാൾ രക്ഷപ്പെടണം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അതിനെന്താ? അദ്ദേഹത്തിനോട് ദഅവത്ത് നടത്തണം, ഇസ്ലാമിന്റെ സന്ദേശം അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. അയാൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു വിഷയം. സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അയാളോടുള്ള സഹകരണം കാര്യങ്ങളൊക്കെ തുടരണം, സ്വീകരിച്ചിട്ടില്ലെങ്കിലും. പക്ഷെ എന്നാലും നമ്മളുടെ ബാധ്യത എന്താണ്? അയാൾക്കത് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ? ആ പറഞ്ഞു കൊടുത്താലും ഇപ്പൊ അയാൾക്ക് എന്നോട് പിന്നെ ദേഷ്യമാകുമോ എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം നമ്മൾ നസീഹത്താണ്, അവർക്ക് നമ്മൾ ദഅവത്ത് എത്തിക്കണം, നമ്മൾ സത്യസന്ദേശത്തിന്റെ വെളിച്ചം അവർക്ക് എത്തിക്കണം. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും, സ്വീകരിക്കണോ വേണ്ടേ എന്നത് അത് അവരുടെ തീരുമാനമാണ്. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖ് പ്രകാരവും ആയിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ അതുപോലെ അത് മാത്രമല്ല, സാധ്യമായ കാര്യങ്ങളിൽ ഭൗതികമായിട്ടുള്ള സഹായ സഹകരണമൊക്കെ അവരുമായിട്ട് വേണം. അവർ പട്ടിണി കിടക്കുകയാണെങ്കിൽ അയൽവക്കക്കാരനാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതുപോലെ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. അതൊക്കെ നമുക്ക് ഇബാദത്താണ്. അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചത് ചെയ്യുമ്പോൾ അതൊക്കെ ഇബാദത്താണ് എന്ന് മനസ്സിലാക്കാം. ഇനി നസീഹത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നസഹു എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ്. തൗബത്തൻ നസുഹ നമ്മൾ കേട്ടിട്ടുണ്ടാവും. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ. ആ പദമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നസീഹത്ത്. നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ഖാലിസായ തൗബ, അതായത് അവിടെ ആത്മാർത്ഥത ഉണ്ട്, ഇഖ്ലാസ് ഉണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ഇഖ്ലാസ് ഉണ്ടാവണമെന്നാണ്. ഇബാദത്തുകളിൽ ഇഖ്ലാസ് വേണം.